ലോകം മുഴുവൻ തുർക്കിയിലേക്ക് നോക്കുന്നു. ബൈബിളിൽ പറയുന്ന നോഹയുടെ പെട്ടകം യാഥാർത്ഥ്യമാണോ, അതോ അത് വെറും കെട്ടുകഥയോ? വർഷങ്ങളായി ശാസ്ത്രലോകവും ഗവേഷകരും തെരഞ്ഞുകൊണ്ടിരുന്ന ആ ചോദ്യത്തിന് ഇപ്പോൾ ശക്തമായ ചില ശാസ്ത്രീയ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏതാനും വർഷങ്ങളായി പുതിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന ഗവേഷണങ്ങളിൽ വെറുമൊരു സാങ്കല്പിക കഥയല്ല ഇത് എന്ന് തെളിയിക്കുന്ന നിർണായക തെളിവുകളാണ് മണ്ണിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. എന്താണ് ആ ശാസ്ത്രീയ തെളിവുകൾ? വരാം, വിശദമായി പരിശോധിക്കാം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അനുസരിച്ച് പ്രളയത്തിന് ശേഷം നോഹയുടെ പെട്ടകം ചെന്ന് നിന്നത് അരാരത്ത് മലനിരകളിലാണ് എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ഏതു മലനിരയും ബൈബിൾ പരാമർശത്തിന് അനുയോജ്യമാണ്. കൃത്യമായ GPS ലൊക്കേഷൻ ലഭ്യമല്ലെങ്കിലും ഈ പറയുന്ന മേഖലയിലാണ് 1959 ഒരു വലിയ കപ്പലിൻ്റെ ആകൃതിയിലുള്ള പാറക്കെട്ട് ആദ്യമായി കണ്ടെത്തുന്നത്. ഈ കണ്ടെത്തിയ സ്ഥലം ദുരുപ്പിനാർ സൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് അരാരത്ത് മലനിരകളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അരാരത്ത് പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ തെക്കുമാറി തുർക്കിയിലെ ഇറാൻ അതിർത്തിയോട് ചേർന്നുള്ള ടെൻഡുറാക്ക് പർവ്വത മേഖലയിലാണ് ഈ കപ്പലിൻ്റെ ആകൃതി കാണപ്പെടുന്നത്. 1959 മുതൽ ഇതൊരു സാധാരണ പാറയാണോ അതോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദ്രവിച്ചുപോയ മരക്കപ്പലാണോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 7 വർഷമായി നടത്തുന്ന ആധുനിക ഡിജിറ്റൽ സ്കാനിങ്ങും സോയിൽ അനാലിസിസും ഗവേഷകരുടെ ധാരണകളെ പൂർണ്ണമായി മാറ്റിമറിച്ചു. ഈ ഗവേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് എന്താണെന്നറിയാമോ? ആ കപ്പൽ ആകൃതിക്കുള്ളിലെ പുല്ലുകൾ മാത്രം പെട്ടെന്ന് മഞ്ഞ നിറമാകാൻ തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഗവേഷകർ തുർക്കിയിലെ ജിയോളജിസ്റ്റുകളെയും ഓസ്ട്രേലിയയിലെ പ്രശസ്ത സോയിൽ സയൻറ്റിസ്റ്റായ ക്രാബ്ട്രിയെയും കൂട്ടി ഒരു വലിയ പഠനത്തിന് തുടക്കമിട്ടു. ഈ മഞ്ഞപ്പുല്ല് എങ്ങനെ കണ്ടെത്തി? കപ്പലിൻ്റെ ആകൃതിയിലുള്ള പ്രദേശത്ത് നടത്തിയ നിരീക്ഷണത്തിനിടയിലാണ് ചുറ്റുമുള്ള പ്രദേശത്തെ പച്ചപ്പുല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായി കപ്പലിൻ്റെ ആകൃതിക്കുള്ളിലെ പുല്ലുകൾ മാത്രം സെപ്റ്റംബർ മാസത്തിൽ മഞ്ഞ നിറത്തിൽ ഉണങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ചുറ്റുമുള്ള സാധാരണ മണ്ണിൽ വളരുന്ന പുല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഘടനയ്ക്കുള്ളിലെ മണ്ണിലെ രാസമാറ്റങ്ങളും ഉയർന്ന പൊട്ടാസ്യവും ജൈവാംശവും ധാതുക്കളുടെ വ്യത്യാസവുമാണ് പുല്ലുകളുടെ നിറവ്യത്യാസത്തിന് കാരണമെന്ന് കണ്ടെത്തി. ആൻഡ്രൂ ജോൺസ്, വില്യം ക്രാബ്ട്രി എന്നീ ഗവേഷകരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നോഹാസ് ആർക്ക് സ്കാൻസ് എന്ന അന്താരാഷ്ട്ര ഗവേഷക സംഘത്തിൻ്റെ തലവനും സ്വതന്ത്ര ഗവേഷകനുമായ ആൻഡ്രൂ ജോൺസ് എന്ന അമേരിക്കക്കാരൻ ഈ സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് സംഘത്തോടൊപ്പം നിരീക്ഷണം നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുർക്കിയിലെ ദുരുപ്പിനാർ സൈറ്റിൽ റഡാർ സ്കാനിങ്ങുകളും മണ്ണു പരിശോധനകളും കോർഡിനേറ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. ഇനി വില്യം ക്രാബ്ട്രി ആരാണെന്ന് നോക്കാം. ഓസ്ട്രേലിയയിൽ നിന്നുള്ള അനുഭവസമ്പന്നനായ സോയിൽ സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടൂർ ഗ്രൂപ്പിലെ അംഗമായിരുന്നു. പുല്ലിൻ്റെ നിറവ്യത്യാസം കണ്ടപ്പോൾ കർഷകർക്കും മണ്ണു പരിശോധകർക്കും പരിചയമുള്ള പ്രകൃതിദത്ത പ്രതിഭാസമാണിതെന്ന് മനസ്സിലാക്കി മണ്ണ് പരിശോധിക്കാൻ നിർദ്ദേശിച്ചത് ക്രാബ്ട്രിയാണ്. തുർക്കിയിലെ ശാസ്ത്രജ്ഞർ ഒരു ടർക്കിഷ് ജിയോളജി പ്രൊഫസറുമായി ചേർന്നാണ് ഇവർ പിന്നീട് മണ്ണ് പരിശോധന ഡിസൈൻ ചെയ്തത്. ഈ വിചിത്രമായ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 2024 സെപ്റ്റംബർ മാസത്തിലാണ് വില്യം ക്രാബ്ട്രിയും ടർക്കിഷ് ജിയോളജിസ്റ്റും ചേർന്ന് ആസൂത്രിതമായ രീതിയിൽ മണ്ണ് സർവേ നടത്തിയത്. കപ്പൽ ഘടനയുടെ അകത്തുനിന്നും പുറത്തുനിന്നുമായി 88 സാമ്പിളുകൾ ശേഖരിക്കുകയും അവിടുത്തെ പ്രാദേശിക സർവകലാശാല ലാബിൽ പരിശോധിച്ച് ഫലം പുറത്തുവിടുകയും ചെയ്തു. ഫലം വന്നപ്പോൾ ശാസ്ത്രലോകം ഞെട്ടി. 300-ൽ കൂടുതൽ ജൈവാംശം, ഓർഗാനിക് മാറ്റർ, കപ്പൽ ആകൃതിക്ക് അകത്തെ മണ്ണിൽ പുറത്തെ മണ്ണിനേക്കാൾ 3 ഇരട്ടി കൂടുതൽ ജൈവാംശമുണ്ടെന്ന് കണ്ടെത്തി. 38% കൂടുതൽ പൊട്ടാസ്യം. അകത്തെ മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. pH ലെവലിലെ വ്യത്യാസം ചുറ്റുമുള്ള മണ്ണുമായി ഒരു ബന്ധവുമില്ലാത്ത തികച്ചും വ്യത്യസ്തമായ രാസഘടന. 100 കണക്കിന് മൈൽ ചുറ്റളവിൽ എവിടെയും കാണാത്ത ഈ വ്യത്യസ്ത മണ്ണ് ഇവിടെ എങ്ങനെ വന്നു? ഉത്തരം ലളിതമാണ്. ഭീമാകാരമായ ഒരു മരക്കപ്പൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ദ്രവിച്ച് മണ്ണോട് ചേരുമ്പോൾ അവിടുത്തെ മണ്ണിൽ
ഓർഗാനിക് മാറ്ററും പൊട്ടാസ്യവും ഉയർന്ന അളവിൽ അവശേഷിക്കും. ലാബോറട്ടറി പരിശോധനയിലൂടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഇത് വെറുമൊരു പാറയല്ല, മറിച്ച് ദ്രവിച്ചു പോയ വലിയൊരു മരഘടനയുടെ രാസാവശിഷ്ടങ്ങൾ തന്നെയാണ് എന്നാണ്. പുതിയ സാങ്കേതിക വിദ്യയും ഭൂമിക്കടിയിലെ ഡിജിറ്റൽ ഡാറ്റയും ഉപയോഗിച്ച് ശാസ്ത്രം ഇപ്പോൾ ഈ പുരാതന രഹസ്യത്തിൻ്റെ ചുരുളഴിക്കുകയാണ്. ശാസ്ത്രവും ചരിത്രവും ഒന്നിക്കുന്ന ഈ അതിശയകരമായ കണ്ടെത്തലിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് നോഹയുടെ പെട്ടകം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എങ്കിലും ഇതൊരു വെറും പ്രകൃതിദത്ത പാറക്കെട്ടല്ല, മറിച്ച് എന്തോ വലിയ പ്രത്യേകതയുള്ള ഒന്നാണെന്ന് സ്ഥാപിക്കാൻ തക്ക ചില ശാസ്ത്രീയ സൂചനകൾ ഈ ഗവേഷണത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. അനുകൂലവാദങ്ങൾ: ഇത് പെട്ടകമാകാം എന്ന് കരുതാനുള്ള കാരണങ്ങൾ. വ്യത്യസ്തമായ മണ്ണ്. സാധാരണ ഒരു പാറക്കെട്ടാണെങ്കിൽ അതിനുള്ളിലെ മണ്ണും തൊട്ടടുത്ത മണ്ണും തമ്മിൽ വ്യത്യാസമുണ്ടാകാൻ പാടില്ല. എന്നാൽ ഇവിടെ അകത്തെ മണ്ണിൽ 300% കൂടുതൽ ജൈവാംശവും 38% കൂടുതൽ പൊട്ടാസ്യവും കണ്ടെത്തി. വലിയൊരു മരഘടന ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മണ്ണിൽ ദ്രവിച്ച് ചേർന്നു എന്ന് സ്ഥാപിക്കാൻ കാരണമാക്കാം. കൃത്യമായ ആകൃതിയും വലിപ്പവും. ബൈബിളിൽ പരാമർശിക്കുന്ന പെട്ടകത്തിൻ്റെ തെളിവുകളുമായി ഏകദേശം 300 മുഴം നീളം. തുർക്കിയിലെ ഈ ഘടനയുടെ നീളത്തിന് വലിയ സാമ്യമുണ്ട്. പ്രതലത്തിന് അടിയിലേക്ക് നടത്തിയ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ GPR സ്കാനിങ്ങിൽ കപ്പലിൻ്റെ വാരിയെല്ലുകൾ പോലെയും മുറികൾ പോലെയും തോന്നിക്കുന്ന ചില ഘടനകൾ കണ്ടതായി ഗവേഷകർ അവകാശപ്പെടുന്നു. ഈ കണ്ടെത്തിയ തെളിവുകൾ വഴി ഇതൊരു സാധാരണ പാറയല്ല, ഇതിനുള്ളിൽ ജീർണിച്ചു പോയ വലിയൊരു ഓർഗാനിക് വസ്തുവുണ്ട് എന്ന് ഗവേഷകർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ശാസ്ത്രലോകം പൂർണ്ണമായി ഇത് നോഹയുടെ പെട്ടകമാണെന്ന് അംഗീകരിക്കണമെങ്കിൽ അവിടെ നിന്നും മരത്തിൻ്റെ ഭാഗങ്ങളോ മനുഷ്യനിർമ്മിത ആയുധങ്ങളോ കപ്പൽ അവശിഷ്ടങ്ങളോ നേരിട്ട് കുഴിച്ചെടുത്ത് കാർബൺ ഡേറ്റിംഗ് വഴി പ്രായം തെളിയിക്കേണ്ടതുണ്ട്. ഇതൊരു സാധാരണ പാറയല്ല, മറിച്ച് നോഹയുടെ പെട്ടകം തന്നെയാണ് എന്ന് ശാസ്ത്രലോകവും അന്താരാഷ്ട്ര തലത്തിലുള്ള ഗവേഷകരും തർക്കങ്ങളില്ലാതെ 100% അംഗീകരിക്കണമെങ്കിൽ ഇനി പറയുന്ന തെളിവുകൾ കൂടി അവിടുന്ന് കുഴിച്ചെടുത്ത് തെളിയിക്കേണ്ടതുണ്ട്. 1. ഫോസിലസ് ചെയ്ത മരഭാഗങ്ങൾ. നിലവിൽ കണ്ടെത്തിയത് മണ്ണ് ദ്രവിച്ചപ്പോഴുണ്ടായ രാസമാറ്റങ്ങൾ മാത്രമാണ്. എന്നാൽ ഒരു ഭീമാകാരമായ കപ്പൽ അവിടെ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ കപ്പൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മരത്തിൻ്റെ വ്യക്തമായ കഷ്ണങ്ങളോ ദ്രവിച്ച് കല്ലായ ഭാഗങ്ങളോ ലഭിക്കണം. അത്തരം മരങ്ങളിൽ മനുഷ്യർ ചെത്തിയൊരുക്കിയതിൻ്റെയോ കൂട്ടിച്ചേർത്തതിൻ്റെയോ പാടുകൾ ഉണ്ടാകണം. പുരാതന കാലത്ത് മരക്കപ്പലുകൾ വെള്ളം കയറാതെ സംരക്ഷിക്കാൻ കറുത്ത പിച്ചോ കട്ടിപ്പശയോ പൂശാറുണ്ടായിരുന്നു. ബൈബിളിലും ഉൽപ്പത്തി 6:14 പെട്ടകത്തിന്മേൽ പിച്ച് പൂശിയതായി പറയുന്നുണ്ട്. മണ്ണ് പരിശോധിക്കുമ്പോൾ ഈ രാസസാന്നിധ്യം കൂടി വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു തെളിവാകും. കപ്പലിൽ ഉപയോഗിച്ച ലോഹഭാഗങ്ങൾ. വലിയൊരു കപ്പൽ നിർമ്മിക്കാൻ മരങ്ങൾ തമ്മിൽ ഘടിപ്പിച്ച ആണി അല്ലെങ്കിൽ ലോഹ കഷണങ്ങൾ ആവശ്യമാണ്. മുൻപ് നടത്തിയ ചില റഡാർ സ്കാനുകളിൽ ഇരുമ്പിൻ്റെയോ വെങ്കലത്തിൻ്റെയോ സാന്നിധ്യമുള്ളതായി ചിലർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അത്തരം കൃത്യമായ ലോഹനിർമ്മിതികൾ കുഴിച്ചെടുത്ത് പരിശോധിച്ചാൽ മാത്രമേ ഇത് പ്രകൃതിദത്തമായ ഇരുമ്പയിർ അല്ലെന്ന് ഉറപ്പിക്കാൻ കഴിയൂ. കണ്ടെത്തുന്ന മരത്തിൻ്റെയോ മറ്റവശിഷ്ടങ്ങളുടെയോ പ്രായം കാർബൺ ഡേറ്റിംഗ് വഴി പരിശോധിക്കണം. അത് മഹാപ്രളയം നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കാലഘട്ടവുമായി ഏകദേശം 4000-5000 വർഷങ്ങൾക്ക് മുമ്പ് ഒത്തുപോകണം. മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ പെട്ടകത്തിനുള്ളിൽ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും കണ്ടെടുക്കണം. മൺപാത്രങ്ങൾ, ഉപകരണങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങളെ പാർപ്പിച്ചിരുന്ന കൂട്ടിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ തുടങ്ങിയവ പുരാവസ്തു ഗവേഷണത്തിലൂടെ വേർതിരിച്ചെടുക്കണം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിലവിൽ നോഹാസ് ആർക്ക് സ്കാൻസ് ചെയ്തത് ഉപരിതല സ്കാനിങ്ങും മണ്ണെടുപ്പും മാത്രമാണ്. ഇതൊരു യഥാർത്ഥ കപ്പലാണെന്ന് പ്രഖ്യാപിക്കാൻ തുർക്കി സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടെ അവിടെ പൂർണ്ണമായ ഉത്ഖനനം നടത്തുകയും മുകളിൽ പറഞ്ഞ നിർണായക സാമ്പിളുകൾ പുറത്തെടുത്ത് അന്താരാഷ്ട്ര ലാബുകളിൽ പരിശോധിച്ച് ഫലം പുറത്തുവിടുകയും ചെയ്യേണ്ടതുണ്ട്. ചരിത്രത്തിൽ പല ഗവേഷകരും 16,854 അടി ഉയരമുള്ള പ്രധാന അരാരത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ മഞ്ഞിനടിയിൽ പെട്ടകം തിരഞ്ഞിട്ടുണ്ട്. അതിനെ അരാരത്ത് അനോമാലി എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകളും
കപ്പലിൻ്റെ ആകൃതിയിലുള്ള വ്യക്തമായ ഘടനയും ലഭിച്ചിരിക്കുന്നത് ഈ പറയുന്ന ദുരുപ്പിനാർ സൈറ്റിൽ മാത്രമാണ്. നമുക്ക് കാത്തിരിക്കാം. ബൈബിളിനെ അംഗീകരിക്കാതിരിക്കാനും അത് വെറും കിഴവിക്കഥകൾ മാത്രമാണെന്ന് പറഞ്ഞ് തടി തപ്പിയവരും ലജ്ജിച്ച് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നാൾ വരുന്നു.